അമേരിക്കക്കാരും ചൈനക്കാരും തമ്മിലൊരു മത്സരം തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ പൈസ ആഫ്രിക്കക്കാർക്ക് ആരാണ് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ. അതിലിപ്പോൾ അവസാനം ചൈനക്കാർ ജയിക്കാൻ പോവാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ചൈനയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയൊരു സമ്മിറ്റ് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. ചൈനീസ് ആഫ്രിക്കൻ സമ്മിറ്റ് എന്നാണ് അതിന്റെ പേര്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള 15 രാജ്യത്തിന്റെ ലീഡേഴ്സ് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞൊരു 10-20 കൊല്ലമായിട്ട് ചൈനക്കാര് $200 ബില്യൺ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മില്യൺ അല്ല, ബില്യൺ ആണ്. ആലോചിക്കണം. റെയിൽവേ പ്രൊജക്ട്സ് ആയിട്ടും ഇലക്ട്രിസിറ്റി പ്രൊജക്ട്സ് ആയിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടും അങ്ങനെയില്ല ഒരുപാട് പൈസയാണ് ചൈനക്കാർ ആഫ്രിക്കയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഫ്രിക്കയിൽ ഇപ്പൊ എന്താ ഉള്ളത് നമ്മൾ ആലോചിക്കേണ്ടാവും. ആഫ്രിക്കയിൽ എന്ത് റോ മെറ്റീരിയൽ ആണ് ഇല്ലാത്തത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഗോൾഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ലിത്തിയമാണ്. എല്ലാവരും ഡീസലൊക്കെ ബാൻ ചെയ്ത് ഇവിയിലോട്ട് പോകാൻ പോവാണ്. ഇവിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം? ലിത്തിയം ബാറ്ററീസ് ആണ്. ലിത്തിയം മൈനിങ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആഫ്രിക്കയിലാണ്. അപ്പൊ ഈ ചൈനക്കാർ ഇത്രയും പൈസ അവർക്ക് കൊടുക്കുമ്പോൾ തിരിച്ച് അവർക്ക് ഈ മൈനിങ് കോൺട്രാക്ട്സും ഈ ഗോൾഡ് മൈൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെയാണ് കിട്ടുക. അപ്പൊ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചൈനയിൽ ഒരു റിസഷൻ സംഭവിക്കുന്നത് ഈ അടുത്തായിട്ട്. ചൈനയിൽ നിന്ന് ശരിക്കുള്ള ഡാറ്റ ഒന്നും കിട്ടില്ലെങ്കിലും എല്ലാ മീഡിയാസും ഒരേപോലെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ചൈനയിൽ ഇപ്പോൾ ഒരു റിസഷൻ ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഇതൊരു ചാൻസ് ആക്കി എടുത്തിട്ട് കഴിഞ്ഞ കൊല്ലം തൊട്ട് അമേരിക്കക്കാർ ഇറങ്ങിയിട്ടുണ്ട്. $30 ബില്യൺ അടുത്തൊക്കെ കഴിഞ്ഞ കൊല്ലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്നറിയാലോ? അവർക്കും വേണ്ടത് ഈ മൈനിങ് റൈറ്റ്സ് തന്നെയാണ്. എന്നാലും ചൈനക്കാർ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു സമ്മിറ്റ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് പുതിയ ഫ്രഷ് ആയിട്ട് $51 ബില്യൺ പ്രൊജക്ട്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1 മില്യൺ ആൾക്കാർക്ക് ജോലി കൂടെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിലുള്ള മുഴുവൻ റിസോഴ്സസും എടുക്കുന്നത് വരെ ഈ രണ്ടുപേർക്ക് സമാധാനം ഉണ്ടാവില്ല.